നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ്. രോഹിത്തിനൊപ്പം ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് 3-യിലെ മറ്റ് ബാറ്റർമാരായ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല എന്നിവരും രഞ്ജിയിലേക്കുള്ള തിരിച്ചുവരവിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് രോഹിത്തിനായിരുന്നു ഈ മത്സരം ഏറെ നിർണായകം. വഴിമുട്ടി നിൽക്കുന്ന തന്റെ അന്താരാഷ്ട്ര കരിയർ തിരിച്ചുപിടിക്കാൻ രഞ്ജിയിൽ തിളങ്ങേണ്ടത് ഹിറ്റ്മാന് അനിവാര്യമായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീരുമായുള്ള മത്സരത്തിൽ മുംബൈക്കായി ഓപ്പണിംഗിന് ഇറങ്ങിയ രോഹിത് ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയായിരുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയെ ബാറ്റ് ചെയ്ത ജയ്സ്വാളിനും ഒറ്റയക്ക സ്കോറിനാണ് ക്രീസ് വിടേണ്ടി വന്നത്. എന്നാൽ പഞ്ചാബിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒറ്റയക്ക സ്കോറിന് പുറത്തായത്. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കവേ രോഹിത്തിന്റെ പരിതാപകരമായ ഈ ഫോം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ക്രിക്കറ്റ് നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് രോഹിത്തിനെതിരാണ് കാര്യങ്ങൾ. 19 പന്തുകൾ നേരിട്ട ശേഷവും വെറും 3 റൺസ് മാത്രം എടുത്താണ് അദ്ദേഹം പുറത്താകുന്നത്. ഉമർ നസീറിന്റെ ബൌളിംഗിൽ PK ഡോഗ്രയ്ക്ക് ക്യാച്ച് നൽകിയാണ് രോഹിത്തിന്റെ മടക്കം. ഓസീസുമായുള്ള കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 5 മത്സരങ്ങളുടെ പരമ്പര 1-3 കൈവിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ്. ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ 3 ടെസ്റ്റുകളിൽ നിന്നും രോഹിത്തിന് നേടാനായത് വെറും 31 റൺസ് മാത്രം. ഒടുവിൽ സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ നിന്നും സ്വയം മാറി നിൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രോഹിത്തിന്റെ ഈ ഒരു ഫോം ഔട്ട് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ വരുന്ന മത്സരങ്ങളെ എങ്ങനെ രോഹിത് നേരിടും എന്നതും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങളെല്ലാം രോഹിത് മാറിയാൽ ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ ക്യൂ നിൽക്കുന്ന ഒരു സന്ദർഭം.